മൂന്നാണ്. പെൻറ്റാ ആറ്റോമിക്, ഹെക്സാ ആറ്റോമിക്, ടെട്രാ ആറ്റോമിക് എന്നൊക്കെ ചില സമയത്ത് നിങ്ങൾക്ക് തരും. അപ്പോൾ ട്രൈ ആറ്റോമിക് ആയ ഒരു മോളിക്യൂൾ എന്ന് പറയുമ്പം എന്താണ്? 3 ആറ്റംസ് കൂടിയതാണ്. 3 ആറ്റംസ് കൂടിയതാണ് എന്ത്? 3 ആറ്റംസ് കൂടിയതാണ് ഒരു മോളിക്യൂൾ. 3 ആറ്റംസ് കൂടിയതായിരിക്കും ഇവിടെ എന്ത്? ഒരു മോളിക്യൂൾ. നമുക്ക് എത്ര മോൾ ഉണ്ട്? 18 മോൾ ഉണ്ട്. 18 മോൾ ഉണ്ട്. 18 മോളിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോൾ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. അതായത് നമ്മൾ പറയുമ്പോൾ 18 മോൾ എന്ന് സിമ്പിളായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. 18 മോൾ എന്ന് നമുക്ക് സിമ്പിളായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 18 മോൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ അറ്റോമിക് മാസ് കൺസിഡർ ചെയ്തിട്ട് കിട്ടിയതായിരിക്കും, അല്ലേ? അറ്റോമിക് മാസ് കൺസിഡർ ചെയ്തിട്ട് കിട്ടിയതായിരിക്കും.